പുലരുകയാണ്. നേരം പുലരുന്നത് വരെ ഇത്തരത്തിൽ വൈദ്യുതി വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. കാര്യമായ പ്രകോപനങ്ങളൊന്നും തന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ആശങ്കയുണ്ടായിരുന്നു, കാരണം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ ശക്തമായ ആക്രമണം നടത്തുന്നതിന് ആക്രമണമൊക്കെ സൈന്യം തകർക്കുന്നതുമാണ്. 500 ടാങ്കാണ് നമ്മുടെ അടുത്ത് 5000 ടാങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബ് അതിർത്തിയിലെ ആളുകളെ പൂർണ്ണമായിട്ട് പോയത്. നിലവിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. പ്രകോപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കൊരു നമ്മുടെ കയ്യിലുള്ള ഒരു 5-6 ഉണ്ടായിരുന്നു, അങ്ങോട്ട് തിരിച്ചു വിട്ടാൽ മതി. നമ്മുടെ ഒരു 5-6 വേണ്ടി വരത്തില്ല, ഒരു 3-4 ഉണ്ട പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും പരിപാടി തീർന്നു. അല്ല പിന്നെ നമ്മൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അത് അടിപൊളി പേര് തന്നെ കേട്ടോ. ആ പേരിട്ട ടീം ആരാണല്ലോ കൊള്ളാം. സംഭവം വെടിവിട്ട് വരാം. ഇപ്പോൾ സമയം ഇവിടെ നമുക്ക് കണ്ട 1 മണിയാകുന്നു രാത്രിയിൽ. ഞങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ കാണുവാണെന്ന് അറിയാം. ഉറക്കമില്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ആത്മാവും എല്ലാം അവിടെ തന്നെയാണ്. എന്തായാലും മോദിജിയൊക്കെ പാട്ടക്കം പരിപാടി നടത്തിക്കൊണ്ടിരിക്കണം, ഒന്നും പറയാനില്ല. ഏത് രാഷ്ട്രീയം, ഏത് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ആർക്ക് എന്ത് രാഷ്ട്രീയം ഒന്നുമില്ല, മതവും രാഷ്ട്രീയം ഒന്നുമില്ല. നമ്മുടെ രാജ്യം തന്നെയാണ്. ഇന്ത്യ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒന്നുമില്ല. ആർമിയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കള് എല്ലാരും നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി. അവരെയൊക്കെ ഓർക്കുമ്പോ പ്രൗഡാണ്. അതൊന്നും പറയാനില്ല കേട്ടോ. എല്ലാം മറന്ന് ഉറക്കമില്ല. അപ്പൊ എത്ര പേരെ കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ? ദില്ലിയിലാണെങ്കിലും നമ്മൾ കണ്ടു, ഇന്നലെ രാത്രി തന്നെ ഇന്ത്യ ഗേറ്റിലൊക്കെ എത്തിയ സഞ്ചാരികളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ കൃത്യമായ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുംബൈയിലും സമാനമായ സാഹചര്യമാണ്. തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകളും സുരക്ഷയുമുണ്ട്. കേരളത്തിൽ വന്നിട്ട് പഠിച്ചിട്ട് പോയതാന്നൊക്കെയാ വാർത്തക്കാർ പറയുന്നത്, അറിയില്ലേ? കേരളത്തിൽ എന്നെ പഠിച്ചിട്ട് അവൻ മറ്റേ ഭീകരവാദി.